കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വി.ഡി. സതീശൻ എല്ലാ പൊതുയോഗത്തിലും പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ ഭരണം പൂർത്തിയാക്കപ്പെടുന്ന ഘട്ടത്തിലാണ് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം പോയി പ്രസംഗിച്ചത് നല്ല ഇടതുപക്ഷക്കാരെ കണ്ടാൽ കോൺഗ്രസുകാരെ നിങ്ങൾ ചിരിച്ചു കാണിക്കണം എന്ന്. ആരെ നോക്കിയാൽ ചിരിച്ചു കാണിക്കണമെന്ന് വി.ഡി. സതീശൻ പിന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് ഇക്കാലം അത്രയും ഉറച്ചു നിന്ന് അധികാരം കിട്ടാത്തതിന്റെ പേരിൽ, ഏതെങ്കിലുമൊക്കെ അധികാര കസേരകൾ കിട്ടാത്തതിന്റെ പേരിൽ മോഹബന്ധം വന്ന ആരെങ്കിലും ഇടതുപക്ഷത്തുണ്ടെങ്കിൽ അവരെ നോക്കി ചിരിച്ചു കാണിച്ച് വലയിലാക്കി കൊണ്ടുപോകണം എന്നാണ് അന്ന് വി.ഡി. സതീശൻ പ്രസംഗിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു കാര്യം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അധികാരത്തിലെത്തി UDF അധികാരത്തിലെത്തി 2.5 മാസം കഴിയുമ്പോ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നല്ല ലീഗുകാരുണ്ടല്ലോ, ഇവിടെ പ്രവർത്തിക്കുന്ന നല്ല ലീഗുകാരെ കാണുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മടിയുമില്ലാതെ നിങ്ങൾ മനസ്സ് തുറന്ന് ആ ലീഗുകാരെ നോക്കി ചിരിച്ചു കാണിച്ചോ. ഒന്നാ ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ ഇത് അനുഭവിക്കണം എന്നതാണ്. 2, ആ ചിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എഴുതി വെച്ചോ. വി.ഡി. സതീശൻ എന്ന RSSകാരൻ നേതൃത്വം കൊടുക്കുന്ന ഈ UDF ഗവൺമെന്റിനെ ഈ കേരളത്തിനകത്ത് ആദ്യം തള്ളിപ്പറയാൻ പോകുന്നത് അവരെ അധികാരത്തിലെത്തിയിരുന്നത് ഓവർ ടൈം പണിയെടുത്ത ജമാഅത്ത് ഇസ്ലാമിയും ഈ ലീഗുകാരനായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾക്ക് വേണ്ടതില്ല. ലീഗുകാരന് തടിക്ക് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ലീഗുകാരന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കാർ ഞമ്മന്റെ സർക്കാരല്ല, അത് മറ്റേ RSSകാരന്റെ സർക്കാരാണ് എന്ന് സ്വർഗത്തിലേക്ക് വിസയും എടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ലീഗുകാരൻ. എന്റെ ലീഗുകാരാ, വി.ഡി. സതീശൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇനി സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ RSSന്റെ ആഫീസിൽ പോയിട്ട് വിസമതിക്കേണ്ട സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലെ ലീഗുകാരന് വന്നിരിക്കുന്നതെന്ന് ഒന്ന് ഓർത്താൻ നന്നായിരിക്കും. കള്ളം പറഞ്ഞതിന്, അസത്യം പ്രചരിപ്പിച്ചതിന്, അപവാദങ്ങൾ പറഞ്ഞതിന്, ഈ രാജ്യത്ത് മതവിശ്വാസത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലീഗെ അതേ ദൈവവിശ്വാസത്തെ ഓർമ്മിപ്പിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു, കള്ളം ഒരു ദൈവവിശ്വാസവും പിന്തുണയ്ക്കുന്ന കാര്യമല്ല. കള്ളം ലോകത്തെ ഒരു മതവിശ്വാസവും അംഗീകരിക്കുന്ന കാര്യമല്ല. ഇടതുപക്ഷത്തെ RSSുമായി ബന്ധിപ്പിക്കാൻ നിങ്ങൾ ഈ കേരളത്തിനകത്ത് പ്രചരിപ്പിച്ച ഓരോ നുണകളെയും സാക്ഷി നിർത്തി ഞാൻ ഇവിടുത്തെ ലീഗുകാരനോടും ജമാഅത്ത് ഇസ്ലാമിക്കാരോടും പറയുന്നു, ഇസ്ലാം ഉറക്കെ പ്രഖ്യാപിക്കുന്ന സത്യം കള്ളങ്ങൾക്കെതിരായ സമരമാണെങ്കിൽ കള്ളത്തരം മാത്രം പ്രചരിപ്പിച്ച് നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ലീഗുകാരാ, നിങ്ങൾ ബോധ്യപ്പെട്ടോ. ചാവാത്ത പുഴുവും കെടാത്ത തീരുമൊരുക്കിയാണ് പടച്ചോൻ ഈ കള്ളം പറഞ്ഞ ലീഗുകാരനെ UDF ഭരിക്കുമ്പോ ഈ കേരളത്തിൽ നേടാൻ പോകുന്നത്. ഒരു സംശയവും സഖാക്കളെ നിങ്ങൾക്ക് വേണ്ടതില്ല. നമ്മുടെ